നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇറ്റാലിയൻ നാവികസേനയ്ക്ക് അവിടുത്തെ പാർലമെന്റ് അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അവരുടെ തീരദേശങ്ങളിലേക്ക് അതിക്രമിച്ചു കടക്കാൻ വരുന്ന ബോട്ടുകൾ കടക്കാൻ വരുന്ന ഈ പറയുന്ന ഇലീഗൽ ഇമിഗ്രൻസിനെ ഇനി നേരിടാൻ പോകുന്ന നാവികസേനയായിരിക്കും. ഇറ്റാലിയൻ നാവികസേന എന്ന് പറയാൻ മോശക്കാരല്ല. 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഇവിടെ ദാരുണമായ സംഭവം നമ്മുടെ വിഴിഞ്ഞത്ത് സംഭവിച്ചു. ഒരു ഇറ്റാലിയൻ കപ്പലിനാണ് വെടിവെച്ച് 3 നമ്മുടെ സഹോദരന്മാർ മരണമടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറ്റാലിയൻ നാവികസേന എന്ന് പറയുന്ന അവർക്ക് നാവികസേനയ്ക്കുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രി മെലോനി അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. 20 വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, നാവികസേനകളെ വിന്യസിക്കേണ്ടതായിരുന്നു എല്ലാ യൂറോപ്യൻ ദേശങ്ങളും. നാവികസേനയുടെ പണി എന്താണ്? തീരദേശങ്ങൾ, രാജ്യം സംരക്ഷിക്കുക, രാജ്യത്തിൻ്റെ സ്വത്തും മുതലും ജനങ്ങളെയും സംരക്ഷിക്കാനാണ് അവരുടെ ചുമതല. പക്ഷേ അവരെയൊക്കെ വീട്ടിൽ പറഞ്ഞു വിട്ടുകൊണ്ട് കുറേ സോഷ്യലിസ്റ്റുകളായിട്ടുള്ള നേതാക്കന്മാർ എന്തു തുറന്നു വിട്ടു? അവരുടെ മതിലുകളും അവരുടെ എല്ലാം തുറന്നു വിട്ടു. അവസാനം എന്തായി? 13 വയസ്സുകാരനാണ് ലണ്ടനിൽ ഇന്നലെ ഒരു 2-3 കുട്ടികളെ കഴുത്തിലാണ് കുത്തിയെന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഷാജൻ്റെ വീഡിയോ ഉണ്ട്, ഭംഗിയായി പറഞ്ഞു. ഞാൻ കടക്കുന്നില്ല ആ വിഷയത്തിലേക്ക്. ലണ്ടൻ അനുഭവിച്ചേ പറ്റൂ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ അയൽപ്പക്കമായിട്ടുള്ള പാകിസ്ഥാനെ രൂപീകരിക്കാനുള്ള ബുദ്ധി ലണ്ടനായിരുന്നു. അതേ സെയിം പാകിസ്ഥാനാണ് 10, 30, 50, 70 വർഷങ്ങൾക്കപ്പുറം ആ രാജ്യത്തെ ഇല്ലാതാക്കി മാറ്റി. ഇന്നലെ ഞാൻ വായിച്ചൊരു സംഭവം, ഒരു 700 പേരാണ് ഒരു വെള്ളക്കാരിയെ റേപ്പ് ചെയ്തു. 700, അയ്യോ, ആഫ്രിക്കൻ അല്ല, പാകിസ്ഥാൻ ബംഗ്ലാദേശി ഒറിജിൻ ആണുങ്ങൾ 700 പേര്. ചിന്തിക്കാൻ പോലും പറ്റാത്ത അപ്പുറത്താണ് ലണ്ടനിലെ കാര്യങ്ങൾ. നിങ്ങൾ ലണ്ടൻ ലോകസഭ കണ്ടിട്ടോ? കോട്ടും സൂട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ തൂക്കിയിട്ട് 10-150 പേര് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ 150 പേർക്കും ഇല്ലാത്ത ഒരു സാധനം ഈ പറയുന്ന മെലോണിക്കുണ്ട്. ആ പറയുന്ന ഇറ്റലിയുടെ പ്രധാന നട്ടല്, സ്വന്തം രാജ്യത്തിന് വേണ്ടി പൊരുതുക. ഈ 2025-26 നൂറ്റാണ്ടിൽ ലോകത്തിന് വേണ്ടത് കരുത്തരായ നേതാക്കന്മാരെയാണ്. മൊഹബത് കാ ദൂക്കാൻ, നഫ്രത് കാ ദൂക്കാൻ ബന്ദ് കരോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജോഡോ യാത്ര സംഘടിപ്പിക്കുന്ന ആൾക്കാരല്ല. അദ്ദേഹം എന്ന് പറയുന്നത് കാലഘട്ടത്തിന് അനിവാര്യമല്ല. രാഹുൽ ഗാന്ധിക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രീയമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മോശക്കാരനാണെന്നല്ല പറയുന്നത്. പക്ഷേ ഉസ്തരഫ് ലോക്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് 2026 നൂറ്റാണ്ടിൽ ഒരുപാട് ഭീഷണികൾ രാജ്യത്തുണ്ട്. ഒരുപക്ഷെ നേബി വാജ്പേയി പോലും ഒരുപക്ഷെ യോഗ്യനായിരിക്കില്ല ഈ കാലഘട്ടത്തിൽ ഇന്ത്യയെ നയിക്കാൻ. അന്ന് ശരിയായിരുന്നു. 2000 കാലഘട്ടത്തിൽ ഇന്ത്യയെ നയിക്കാൻ വളരെ മിടുക്കനായിരുന്നു നേബി വാജ്പേയി. പക്ഷെ ഇന്ന് അദ്ദേഹം യോഗ്യനായിരിക്കില്ല. കാരണം ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള കരുത്തരായ നേതാക്കന്മാരെ ഉദയം പ്രാപിച്ചേ പറ്റൂ. കാരണം ഓരോ രാജ്യങ്ങൾക്കും ഓരോ വെല്ലുവിളിയാണ്. അന്ന് ഇന്ത്യക്ക് ഇത്രയും വെല്ലുവിളി ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യയുടെ ഉള്ളിൽ ഒരുപാട് അസ്ഥിരത സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം ആളുകളുള്ളപ്പോൾ നമുക്ക് വേണ്ടത് യോഗിയെ പോലെയും ഹിമന്തയെ പോലും മോഡിയെ പോലും കരുത്തരായ നേതാക്കന്മാരുടെ ആവശ്യകതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ യൂറോപ്പിന് ഇല്ലാതെ പോയിരിക്കുന്നത്. യൂറോപ്പിൽ വേറൊരു ദേശമായിട്ടുള്ള പോളണ്ട് ഒരു പെറ്റി കേസ് പോലുമില്ല. നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്ക്. വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നേതാക്കന്മാരാണ്. ഹംഗറി, സ്വീഡനൊക്കെ ഇപ്പോൾ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. നിയമം കർശനമാക്കിക്കൊണ്ട്. ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു. ശരിയാണ്, ആളുകൾ വേണം, ജനസംഖ്യ വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ആര് വരണം, എന്ത് വരണമെന്ന് തീരുമാനിക്കും. ഒരുപാട് മലയാളികൾ ഈ പറഞ്ഞ ഇറ്റലിയിലുണ്ട്, പോർച്ചുഗലുണ്ട്, സ്പെയിനിലുണ്ട്. എന്തെങ്കിലും കേസുകൾ പെടുന്നുണ്ടോ? അവരവിടെ പോകുന്നു, എന്തെങ്കിലുമൊക്കെ ചെറിയ പണിയിലെടുത്ത് ജീവിക്കുന്നു. കാരണം നമ്മൾ ഇത്രയും വലിയൊരു രാജ്യമാണ്, നമ്മൾക്ക് പുറത്തു പോയി ജീവിക്കണം. സ്പെയിൻ കഴിഞ്ഞ ആഴ്ചയാണ് 5 ലക്ഷത്തോളം ആളുകൾക്ക് പേപ്പർ കൊടുത്തിരിക്കുകയാണ്. സോഷ്യലിസ്റ്റ് സർക്കാർ. വരുന്നവർക്കെല്ലാം ആരൊക്കെയാണ്? എല്ലാം 90% ഗ്രൂമിങ് ഗാങ്ങുകൾ. അതായത് ഒരു രാജ്യം, അതായത് നമ്മൾ ഇതൊക്കെയാണ് ഇസ്രായേലിൽ നിന്നും ചൈനയിൽ നിന്ന് കണ്ടുപിടിക്കണം. കരുത്തരായ നേതാക്കന്മാരാ. ഷീ ജിൻപിങ് ഭയങ്കര കരുത്തനാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചൈനയിൽ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോർത്ത് കൊറിയയിൽ? ഒരു പ്രശ്നവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കരുത്തരാണ്. സംസാരിക്കാൻ, അവിടെ ചോദിക്കാനും പറയാനും
ഇത്തരത്തിലുള്ള ആളുകളാണ് വേണ്ടത്. ഇപ്പൊ ട്രംപ് ആയാലും അമേരിക്കയിലും ഒരു തരക്കേടൊന്നുമില്ല. ഇപ്പൊ ഇന്ന് ലോകത്തിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് 90% പ്രശ്നം ബൈഡന്റെ കാലഘട്ടത്തിലായിരുന്നു. കാരണം അന്ന് ഇവിടുത്തെ ഈ അമേരിക്കയിലെ ഇവിടുത്തെ എല്ലാം തുറന്നു കൊടുക്കുകയായിരുന്നു. ഇവിടുത്തെ ലോകത്തിലാണെങ്കിൽ ലോകത്തുള്ള എല്ലാ പൈശാചി ശക്തികളെയും വളർത്താൻ കഴിഞ്ഞ 4 വർഷം സാധിച്ചു. എല്ലാവർക്കും പണം പല വഴി കൂടെ പോയി. ഇപ്പൊ ട്രംപ് വന്നപ്പോൾ ചെറിയ സാഫ് കർണയിക്കാൻ ശ്രമിക്കുകയാണ്. ശരിയാണ്, എല്ലാ കാര്യവും ഞാൻ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നില്ലെങ്കിൽ പോലും ഒരു 50-60% അദ്ദേഹത്തെ അനുകൂലിക്കുകയാണ്. കാരണം ലോകത്തിൽ നിന്ന് വേണ്ടത് ശക്തൻ. പല വെല്ലുവിളിയാണ്. ഇപ്പം മെലോണിയുടെ തീരുമാനം വളരെ ശക്തമായ തീരുമാനമാണ്. ഇത്തരത്തിലായിരിക്കണം ഇന്ത്യ പോലും ശരിക്കും പറഞ്ഞാൽ പഠിക്കണം മെലോണിന്ന്. അവിടെ ബീഹാറിലെയും പിന്നെ ഒറീസയിലെയും ബംഗാളിലെയും ബോർഡറുകൾ സൈന്യത്തെ ഏൽപ്പിക്കണം. എൻ്റെ അഭിപ്രായം അതാണ്. സൈന്യത്തെ ഏൽപ്പിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കൂ. കാരണം കടുത്ത വെല്ലുവിളിയാണ് ഈ മൊഹബത് കാ ദൂക്കാൻ പ്യാർ കാ ദൂക്കാൻ എന്ന് പറഞ്ഞ് വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുന്നവരെയൊക്കെ കൂടി പിടിച്ച് അകത്തിടണം. കാരണം ഈ കാലഘട്ടത്തിൽ ഇവരാണ് രാജ്യത്തിന് ഏറ്റവും വലിയ ശാപം. ഇവരെ പോലെ ആളുകൾ വന്നു കഴിഞ്ഞാൽ 12-13 വയസ്സുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ റേപ്പ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇവരൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കൊല്ലപ്പെടും. ഈ 13 വയസ്സുകാരനെ നാളെ പുറത്തിറക്കാൻ ആളുകൾ എന്തു പറയും, അവന് മാനസിക അസ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞു അവനെ പുറത്തിറക്കാൻ ആളുകളുണ്ടായിരിക്കും. പക്ഷെ മരിച്ചുപോയവരുടെ കാര്യം ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഞാൻ പറയാമെന്ന കാര്യം എന്ന് പറയുന്നത് മെലോണിയുടെ തീരുമാനം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ശക്തരായ നേതാക്കന്മാരുടെ ആവശ്യകത ലോകത്ത് വളർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആരായിരിക്കണം നമ്മുടെ നേതാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ 5-10 രൂപയുടെ കിഴി കിട്ടിയത് കൊണ്ടും വല്ല കിറ്റ് കിട്ടിയത് കൊണ്ടും വോട്ട് ചെയ്താൽ എന്തായിരിക്കും സുഹൃത്തുക്കളെ നമ്മുടെ കാര്യം?